എന്താണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ എന്താ കാണുക? എന്താണ് നമ്മുടെ വിവിധ തരത്തിലുള്ള മാർക്കറ്റുകളുടെ ചാർട്ടുകൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ട്രേഡിംഗ് വ്യൂ, അല്ലേ? ആണ്. ആ ചാർട്ടിൽ മാർക്കറ്റ്, വിവിധ തരത്തിലുള്ള മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും. എന്തൊക്കെ പെടും? ലോകത്തിലുള്ള എല്ലാവിധ മാർക്കറ്റിന്റെ ചാർട്ടും നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആയിരിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് അറിയാം. ഇന്ത്യൻ മാർക്കറ്റിലുള്ള ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഡീറ്റെയിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ മാർക്കറ്റിലും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ മാർക്കറ്റ് ബ്രോക്കേഴ്സ് ഉണ്ട്. പക്ഷെ ട്രേഡിംഗ് വ്യൂവിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മാർക്കറ്റിന്റെയും സ്റ്റോക്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഷെയർ ഡീറ്റെയിൽസിന്റെ ചാർട്ട് നമുക്കിവിടെ അവൈലബിൾ ആയി കിട്ടും. അതാണ് ട്രേഡിംഗ് വ്യൂവിന്റെ ഏറ്റവും വലിയ ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് അവിടെ കിട്ടും. യൂഷ്വലി ഇന്ത്യൻ മാർക്കറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി കമ്പയർ ചെയ്യണം. ഇന്ത്യൻ മാർക്കറ്റിൽ ബ്രോക്കറെ ചാർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുള്ളൂ. പക്ഷെ ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒരുപാടുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്ററിന് സാമ്യമുള്ള, സിമിലാരിറ്റി ഉള്ള ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ കാണാം. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലവിധ ആൾക്കാർ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടാവുമല്ലോ, ആ ഇൻഡിക്കേറ്ററിന്റെ പല വകഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർ ഇൻഡിക്കേറ്റേഴ്സ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജ്. പിന്നുള്ള ചാർട്ട് അനാലിസിസ് ചെയ്യാനുള്ള ടൂൾസ്, ഇതെല്ലാം ചാർട്ട് അനാലിസിസ് ചെയ്യാനുള്ള ടൂൾസൊക്കെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ ബ്രോക്കറുടെ ഇതിലും കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നും കൂടി ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണ് ട്രേഡിംഗ് വ്യൂവിൽ ഇത് ചെയ്യാന്നുള്ളത്. ആദ്യം ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറിൽ പോയി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കാണാം ഒരു ട്രേഡിംഗ് വ്യൂയുടെ ലോഗിൻ ചെയ്യാനുള്ള എന്താണ് ഒരു ഏരിയ. അതിലിങ്ങനെ താഴോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. നിങ്ങളത് സൈനിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ ട്രേഡിംഗ് വ്യൂവിൽ ലോഗിൻ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കാണാം, ഹോം എന്ന് പറഞ്ഞാൽ കാണാം. ജസ്റ്റ് ഹോമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടോ? ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും കാണിക്കാം. എങ്ങനെ? ട്രേഡിംഗ് വ്യൂ ഇങ്ങനെ ആയിരിക്കും കാണിക്കാം. ഇവിടെ താഴെ പോയി, ഇവിടെ ഏറ്റവും താഴെ പോയി കാണാം, ലോഞ്ച് ഫുൾ ചാർട്ട് വ്യൂ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വരും, ചാർട്ട് കാണുന്നുണ്ടോ? അപ്പോൾ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, ചാർട്ടായിട്ട് വരും. ഓക്കെ, അതിന് താഴെ പോവുക. താഴെ പോയി കഴിഞ്ഞ് കളർ തീം കാണാം. കളർ തീമിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആണെങ്കിൽ 3 ടൈപ്പ് ഓഫ് തീമുകൾ കാണാം. ജനറൽ 3 ടൈപ്പ് ഓഫ് തീമുകൾ കാണാം. ഒന്ന് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൽ ഏതാണ് തീം എടുക്കുന്നത് ആണെങ്കിൽ അത് കാണിക്കും. പിന്നെ ഡാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഡാർക്ക് കാണിക്കും. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഫുള്ള് ലൈറ്റ് കാണിക്കും. ഓക്കെ, ഞാൻ ഡാർക്കിലേക്ക് തന്നെ മാറ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ ഡാർക്കിലേക്ക് മാറ്റാണ്. 2 ടാബ് ഉണ്ട്. ടാബിൽ സിമ്പിൾ ലോഗോ, ഏതാ ഓട്ടോ റിസ്റ്റോർ ടിക്ക് ആൻഡ് ഇന്റർവൽസ് എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പിന്റെ കുറച്ച് ഞാൻ ഇത് പറഞ്ഞാൽ ടാബ് ടൈറ്റിൽ നോക്കിയാൽ കാണാം. ടൈറ്റിൽ കാണണ്ടോ? എവിടെ ടൈറ്റിൽ എന്നുള്ളത് കാണുന്നുണ്ടോ? ഏറ്റവും മുകളിൽ നോക്കിയേ, ഈ നിഫ്റ്റി എന്ന് പറഞ്ഞത് കണ്ടോ? ഏറ്റവും മുകളിൽ കാണുന്നുണ്ടോ? അതാണ് ടൈറ്റിൽ. ഇപ്പൊ ഞാനിപ്പോ ഗോൾഡിന്റെ സെലക്ട് ചെയ്തു. ഗോൾഡ് അല്ല, നമ്മളിപ്പോ AUD USD സെലക്ട് ചെയ്തു. കണ്ടോ? ഇതില് ലോഗോ ഇപ്പോൾ ഓഫായി, ടിക്കർ ഓഫായി, പ്രൈസ് ചേഞ്ച് ഐക്കൺ ഓഫായി, ലാസ്റ്റ് പ്രൈസ് ഓഫായി, പ്രൈസ് ചേഞ്ച് ഓഫായി, ലേഔട്ട് നെയിം ഓഫായി. ഇതൊക്കെ നമ്മൾ ഇട്ട് വെക്കുക. ഓക്കെ, വീഡിയോ ഓഡിയോ, അത് എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാണുന്നില്ല അല്ലേ? എൻ്റെ ഫേസ് കാണുന്നില്ലല്ലോ? എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, പോട്ടെ. ഓക്കെ, അലർട്ടുകളുണ്ട്, സിസ്റ്റം നോട്ടിഫിക്കേഷൻ അലർട്ടുകളുണ്ട്. അത് ഞാൻ ഓഫാക്കി വെക്കുകയാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഓഫാക്കി വെക്കാം. പിന്നെ സർവീസ് ഉണ്ട്. സർവീസിൽ ക്ലിയർ ക്യാഷ് അറിയാവുന്നതായിരിക്കും. ക്ലിയർ ക്യാഷ് ഒക്കെ അറിയാവുന്നല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നല്ലേ?
നമ്മളിതിൽ ക്യാഷേഴ്സ് കളയലും അറിയാവുന്നല്ലേ, ബ്രൗസറിലൊക്കെ കളയുന്ന കണ്ടല്ലേ, നെറ്റ്വർക്ക് അവിടെ കിടന്നുണ്ടോ? പൾസർ കാണല്ലേ കേട്ടോ, പൾസർ കാണല്ലേ, എവിടെയാണ് കാണാല്ലേ? ക്ലിക്ക് ചെയ്യണത് മനസ്സിലാവില്ലേ? ഓക്കെ, അതെന്ന് വെച്ചാൽ സെറ്റിങ്സിന്റെ ടാബ് വരുന്നുണ്ട്, അതാണ്. ഓക്കെ, അതവിടെ നിന്നോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ഡ്രോയിങ് പാനലിലേക്ക് പോവാം. കളർ തീംസ് കണ്ടു, അത് കഴിഞ്ഞ് ഡ്രോയിങ് പാനലിലേക്ക് പോവാം. ഡ്രോയിങ് പാനലിൽ കാണുന്നുണ്ടോ? ഡ്രോയിങ് പാനലിൽ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? ഡ്രോയിങ് പാനലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ആക്കിയിട്ട് എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് സൈഡിലുള്ള ഡ്രോയിങ്ങിന്റെ പാനലിൽ പോയി നമുക്ക് ഇതെന്തിനാ യൂഷ്വലി ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈഡ് സ്ക്രീനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊരു ഇതും കൂടി ഞാൻ പറഞ്ഞുതരാം. ആ പാനൽ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. അതിന് താഴെ ലാംഗ്വേജ് ഉണ്ട്, നമുക്ക് ഹിന്ദി ഉണ്ടോ എന്ന് നോക്കട്ടെ. ഹിന്ദി ഇന്ത്യയിലില്ല, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. പിന്നെ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഇത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ട് ചില ഷോർട്ട് കട്ട്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, രണ്ടാമതുള്ളതാണ് നമ്മുടെ ഡ്രോയിങ് പാനൽസ്. ഇത് കണ്ടില്ലേ, ഡ്രോയിങ് പാനൽസ് ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഫേവറേറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ബോക്സ് കിട്ടും, ഏതുപോലെ ഒരു ഇത് കിട്ടും, ഒരു വിൻഡോ കിട്ടും. ഇതിൽ കണ്ടോ, വിൻഡോ അല്ല, ഒരു ടാബ് കിട്ടും. കണ്ടോ? കാണുന്നുണ്ടോ? ഇതുപോലെ ഒരു ടാബ് കിട്ടും നമുക്ക്. ഓക്കെ, ആ ടാബ് എന്തിനാണ് വെച്ചിരിക്കുന്നതും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇത് ഏതൊക്കെ വേണം? ട്രെൻഡ് ലൈൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, റേ ലൈൻ ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഇൻഫോ ലൈൻ ആഡ് ചെയ്യുന്നില്ല, ആഡ് ചെയ്യുന്നില്ല, എക്സ്റ്റൻഡ് ലൈൻ ചെയ്യുന്നില്ല, ട്രെൻഡ് ആംഗിൾ ചെയ്യുന്നില്ല. ഒറിസോണ്ടൽ ലൈൻ ആഡ് ചെയ്ത് വെക്കുന്ന നല്ലതാണ്. അതുപോലെ ഒറിസോണ്ടൽ റേ ആഡ് ചെയ്ത് വെക്കുന്ന നല്ലതാണ്. വെർട്ടിക്കൽ റേ നമുക്ക് അധികം യൂസ് വരുന്നില്ല, അവിടെ ഇരുന്നോട്ടെ. പിന്നെ പാരലൽ ചാനൽ ആഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഈ ഒരു ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഫിബൊനാച്ചി റിട്രേസ്മെന്റ് ആഡ് വയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗ്യാൻ ബോക്സ് ആഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞ് താഴോട്ടേക്ക് വരുന്നതിൽ നമുക്ക് പൊസിഷൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യമാണ്, ലോങ് പൊസിഷൻ ആൻഡ് ഷോർട്ട് പൊസിഷൻ. ഫേവറേറ്റിൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് കണ്ടോ, ഇവിടെ കണ്ടൊരു മഞ്ഞ കിടക്കുന്നത് കണ്ടോ? കണ്ടില്ലേ? കണ്ടില്ലേ? ഇവിടെ കാണാം ഒരു നക്ഷത്രത്തിന്റെ ഇത് കാണാം, സ്റ്റാർ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫേവറേറ്റിൽ ആഡ് ആവും. ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫേവറേറ്റിൽ നിന്ന് റിമൂവ് ആവും. ഓക്കെ, ഇതിൽ ഞാൻ ചെയ്തിരിക്കുന്നത് ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ, പിന്നെ പ്രൈസ് റേഞ്ചാണ് ചെയ്തിരിക്കുന്നത്. അത് മൂന്നും ആവശ്യമുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ടൂൾസ് ഉപയോഗിക്കുന്നത് നമ്മൾ മെഷർമെന്റിന് ഉപയോഗിക്കുന്ന ടൂൾസുകളാണ്. ഡ്രോയിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് ഇതെല്ലാം. ബ്രഷ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈലൈറ്റർ വേണമെങ്കിൽ ഹൈലൈറ്റർ ചെയ്ത് വെക്കാം. ഏരോ മാർക്ക് ഞാൻ ചെയ്തിട്ടില്ല, ഏരോ ചെയ്തിട്ടുണ്ട്. ഏരോ മാർക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം വലുപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പിന്നെ ഏരോ മാർക്ക് അപ്പും ഡൗണും ഞാൻ ചെയ്തിട്ടില്ല. റെക്ടാങ്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ പാത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, സർക്കിൾ ചേഞ്ച് വെച്ചിട്ടുണ്ട്, കർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ഇതിൽ ടെസ്റ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് താഴോട്ട് വരുമ്പോൾ ഇതിലൊന്നുമില്ല. ഇത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലേ? മൊബൈലിൽ കണ്ടിട്ടുണ്ട്. ഇമോജീസ് ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാഗ്നറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് നമ്മൾ ഒരു ഇതിൽ നിന്ന് എടുത്തൊരു ടൂൾ എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ട്രെൻഡ് ലൈൻ വരച്ച് കാണിച്ചു തരാം, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ അതിന്റെ പ്രത്യേകത? കണ്ടോ? അത് ഓട്ടോമാറ്റിക്കായിട്ട് അടുത്തുള്ള കണ്ടോ പോയിന്റിലേക്ക് ചാടി പിടിക്കുന്നത് കണ്ടോ? നമുക്കതൊന്നും ഒരു കൺട്രോൾ കിട്ടില്ല. ഓട്ടോമാറ്റിക്കായിട്ട് മാഗ്നറ്റിന്റെ പവർ കാണിക്കുന്നതാണ് ഒരു ഇത്. അപ്പോൾ മാഗ്നറ്റ് മോഡ് പരമാവധി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. ഇത് സ്ട്രോങ്ങസ്റ്റ് ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. വീക്ക് ആണെങ്കിൽ ഇത്രയും കൂടി നമുക്ക് ഒരു കൺട്രോൾ കിട്ടും. എന്നാലും ഈ ഒരു പറഞ്ഞ പരിപാടി ഉണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ പിടിക്കുന്ന കർസർ പോണ പോലെയല്ല അത് പോകുന്നത്, അതിൻ്റെ രീതിയിൽ ചാടി കയറി പോകുന്നത്. പക്ഷെ നമുക്കത് പറ്റില്ല. അനാലിസിസ് ചെയ്യുന്ന ചില സമയത്ത് ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിടുകയാണ്. ഓക്കെ, അടുത്തത് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ടൂൾ എടുത്തു കഴിഞ്ഞ് ഞാൻ വരച്ചു. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ആ ടൂൾ ഉപയോഗിക്കണമെങ്കിൽ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഹൊറിസോണ്ടൽ റേ ഉപയോഗിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ബട്ടൺ സ്റ്റേയിങ് ഡ്രോ മോഡ് എന്നുള്ള ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് വെച്ചാൽ മതി. ആ ടൂള് ഞാൻ വേറെ ടൂൾ എടുത്തു, കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം ഞാൻ ഇവിടെ പോയി ക്ലിക്ക് ചെയ്തു എടുത്തു, പിന്നെ നോക്കി ഇവിടെ വരുന്നില്ല. അപ്പോൾ വീണ്ടും ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കണം, സെലക്ട് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും. ലോക്ക് ഓൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലുള്ളത്
ചാർട്ട് ഒഴിച്ച് ബാക്കി ഒന്നും മൂവ് ആവില്ല. ഐ മീൻ എനിക്കിത് ഇവിടുന്ന് ഈ പൊസിഷനിൽ നിന്ന് വേറെ പൊസിഷൻ എനിക്ക് മൂവ് ആക്കാൻ നോക്കണം, പക്ഷെ മൂവ് ആവില്ല. ഇത് നമുക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചാർട്ടിൽ ഇതെല്ലാം ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരും. ചിലപ്പോൾ ടൂൾസും കാര്യങ്ങളൊക്കെ ലോക്ക് ചെയ്ത് വെക്കണം. ചില സമയത്ത് നമ്മൾ കൈ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ലൈവിൽ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൈ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പോൾ ഫൈനൽ അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് ലോക്ക് ചെയ്ത് വെക്കണം. ഇത് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഐ മീൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈഡ് ആവും. ഹൈഡ് ഡ്രോയിങ് ഇതേ കണ്ടോ, അതിൽ ഹൈഡ് ഡ്രോയിങ്സ് ഉണ്ട്, ഹൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ഹൈഡ് പൊസിഷൻ ആൻഡ് ഓർഡേഴ്സ് ഉണ്ട്. പൊസിഷൻ ഓർഡേഴ്സ് ഇതിൽ കാണില്ല നമുക്ക്, കാരണം ഇത് വെച്ചിട്ടല്ല നമ്മൾ എന്തെടുക്കുന്നത്, ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ കാണില്ല. അപ്പോൾ ഹൈഡ് ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിലുള്ള ഡ്രോയിങ്സും ഇൻഡിക്കേറ്റേഴ്സും പൊസിഷൻസും ഓർഡേഴ്സും എല്ലാം പോകും. ഞാനിപ്പോൾ തൽക്കാലം ഹൈഡ് ഡ്രോയിങ്സിലാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ അത് വന്നു. ഇനിയിപ്പോൾ ഹൈഡ് കൊടുത്തു, ഞാൻ ജസ്റ്റ് ഇത് ടൂൾ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ നോക്കിയേ പഴയ ഹൈഡ് ചെയ്തതെല്ലാം വീണ്ടും വരും. മനസ്സിലാവുന്നുണ്ടോ? ഹൈഡ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇതിങ്ങനെ വരച്ചിരിക്കുകയാണ്, ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ താഴെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാം. റിമൂവ് ഡ്രോയിങ്സ്, എത്ര ഡ്രോയിങ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. റിമൂവ് ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല, അതാണ് 0 കാണിക്കുന്നത്. രണ്ടും കൂടി ഡ്രോയിങ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കളയണമെങ്കിൽ രണ്ടും കൂടി ക്ലിക്ക് ചെയ്യാം, അത് പോയി. ഇത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഇതാണ്, എന്താണ്, ഫേവറേറ്റ് റിബൺ ആണ് അല്ലെങ്കിൽ ടാബാണ്. ഈ ടാബ് നമ്മളിപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയത് ഇപ്പോൾ ഹൈഡ് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എവിടെയും കാണാൻ പറ്റില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതേ കാണാം, നേരെ താഴോട്ട് പോവാം, ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ പോയാൽ കാണാം ഷോ ഫേവറേറ്റ് ഡ്രോയിങ് ടൂൾ ബാർസ് കാണാം. അത് ക്ലിക്ക് ചെയ്തു, വന്നു. ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം സിമ്പിൾ എന്ന് കാണാം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, എന്താണ് സിമ്പിൾ? എന്താണ് സിമ്പിൾ? പെയർ. നമ്മൾ ഫോറക്സിൽ പെയർ, മറ്റേതിൽ സ്റ്റോക്ക് നെയിം പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ സിമ്പിൾ എന്ന് പറയുന്നത്. നമുക്കൊരു സിമ്പിൾ ഇവിടെ ആഡ് ചെയ്യണമെങ്കിൽ ഈ സെർച്ച് കണ്ടോ, സെർച്ച് ബട്ടണിൽ നമ്മൾ കൊടുക്കുക. സെർച്ചിന്റെ ഒരു ഇത് കണ്ടില്ലേ, അതിൽ കൊടുക്കുക. അതിൽ കൊടുത്തിട്ട് ഇപ്പം ഇതിലില്ലാത്ത പറഞ്ഞാൽ ഞാനിവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. CHF AUD അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാൻ കൊടുക്കണം. ഇത് ഇല്ലാത്തൊരു ഇതാണ് കൊടുക്കുകയാണ്. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ചാർട്ട് നമുക്കിവിടെ കിട്ടും. അതിൻ്റെ ചാർട്ട് ഇവിടെ കിട്ടും. നമുക്ക് ഇനി ഇത് ഈ ചാർട്ട് നമുക്കിവിടെ കിട്ടും. മനസ്സിലായോ? ഇവിടുന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ചാർട്ട് എടുക്കാം. ഒന്ന് ഈ ഒരു വഴിയുണ്ട്. രണ്ടാമത്തെ വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് പ്ലസ് ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ പ്ലസ് ബട്ടൺ കണ്ടോ, ഇവിടെ കണ്ടോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾസ് സെർച്ച് ചെയ്യാം. പക്ഷെ അവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്, അവിടെ സെർച്ചിലല്ല വരിക, ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾസ് ഏതിലാണ് വരിക, വാച്ച് ലിസ്റ്റിലാണ് വരിക. കണ്ടോ, വാച്ച് ലിസ്റ്റിലാണ് വരിക. പക്ഷെ ഇത് വാച്ച് ലിസ്റ്റിലല്ല വരിക, ഇത് ചാർട്ടിലാണ് വരിക. അപ്പോൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ആവില്ല, ജസ്റ്റ് ചാർട്ടായിട്ടാണ് വരിക. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? അതിനുശേഷം ഒരു പ്ലസ് ബട്ടൺ കാണാം അവിടെ. ഇത് കമ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, അത് പിന്നീട് നമുക്ക് വരും. അതിനുശേഷം കണ്ടില്ലേ ടൈം ഫ്രെയിമുകൾ കണ്ടില്ലേ, ടൈം ഫ്രെയിം കണ്ടോ, ടൈം ഇന്റർവെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈം ഇന്റർവെല്ലുകൾ പറഞ്ഞുതരാം. 1 മിനിറ്റ് ഞാൻ എൻ്റെ ഉപയോഗത്തിന് ആഡ് ചെയ്തതാണ്. 1 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ്സ് വേണ്ട. ബിഗിനിങ്ങിൽ നമുക്ക് വേണ്ടത് ഏതൊക്കെ, 1 ഡേ വേണം, 4 അവർ വേണം, 30 മിനിറ്റ്സ് വേണം, 50 മിനിറ്റ്സ് വേണം. ഞാൻ 1 അവർ കൂടി പറയാൻ വിട്ടുപോയെന്ന് സംശയമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാം. പക്ഷേ ഈ മുകളിൽ കാണുന്ന സെക്കൻഡ്സിൻ്റെ ഇത് കിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം അവരുടെ പെയ്ഡ് വേർഷൻ എടുത്താൽ മാത്രമേ സെക്കൻഡ്സിൻ്റെ കിട്ടുള്ളൂ. സെക്കൻഡ്സിൻ്റെ പെയ്ഡ് വേർഷനിൽ മാത്രമേ കിട്ടുള്ളൂ, അവൈലബിൾ ആവുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കാൻഡിൽസ്. വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ചാർട്ട് കാൻഡിലിൽ നമ്മൾ എപ്പോഴും ഇടേണ്ട കാര്യം, ചാർട്ടിൽ എപ്പോഴും ഇടേണ്ട കാര്യം കാൻഡിൽസ് ആണ്. ഇതിൽ പല പല മോഡൽസ് ഉണ്ട്, പല ഫേമസ് ആയ മോഡലുകളുണ്ട്. അതിൽ ലൈൻ ചാർട്ടായിരുന്നു ഏറ്റവും ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് നമ്മളെന്നല്ല മാർക്കറ്റിൽ വളരെ ഫേമസ് ആയി വന്നിരിക്കുന്നത് കാൻഡിൽസ് ചാർട്ട്. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഇൻഡിക്കേറ്റേഴ്സ് ഡൗൺ ആരോ അപ്പ് ആരോ കൊടുക്കണ്ട, ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. നിങ്ങൾക്കൊരു ഇൻഡിക്കേറ്റർ വേണമെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് ഫേവറേറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വരും, ഇൻഡിക്കേറ്റേഴ്സ് വരും.
തൽക്കാലം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാൻ ഞാൻ ആരോടും പറയണില്ല. അതിന് ശേഷമുള്ളത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓരോ ടെംപ്ലേറ്റ് ആണ്, ഡിഫോൾട്ട് ടെംപ്ലേറ്റ്സുകളാണ്. ഓരോ ഫേമസ് ആയ ഇൻഡിക്കേറ്റേഴ്സിന്റെ ഡിഫോൾട്ട് ടെംപ്ലേറ്റുകളാണ്. ഡിഫോൾട്ട് ടെംപ്ലേറ്റ്സ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കാത്തതുകൊണ്ട് ഇതിന്റെ ആവശ്യം ഇപ്പം ഞാൻ പറയുന്നില്ല. നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് പറയാം. ഇത് വിട്ടേക്കുക, അലർട്ട് വിട്ടേക്കുക. അലർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അലർട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, നമുക്കിപ്പോൾ അലർട്ടിന് ഒരു അലർട്ട് സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. പ്രൈസ് വരണം, പ്രൈസ് ഇന്ന ഏരിയയിലേക്ക് വരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈനിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പ്രൈസ് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അലർട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ ക്ലിക്ക് ചെയ്തു, അലർട്ട് ഇതേ കണ്ടില്ല, അലർട്ട് ആഡ് അലർട്ട് ഓൺ ഹൊറിസോണ്ടൽ റേ. ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രൈസിൽ, ഒരു പ്രൈസിലായിരിക്കും സെറ്റ് ചെയ്യുക. ഇതിലേതെങ്കിലും പ്രൈസിൽ എത്തുന്ന സമയത്ത് നമുക്കൊരു അലർട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇത് ആവശ്യം വരും. അങ്ങനെയുള്ള ആളുകൾക്ക് ആവശ്യം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, എപ്പോഴും ചാർട്ടിൽ ഇരിക്കാൻ പറ്റാത്ത ആളുകൾ, അവർക്കത് ആവശ്യം വരും. കാരണം എന്ന് വെച്ചാൽ അവർ സ്റ്റഡി ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത് ഇങ്ങനെ അലർട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അലർട്ട് കിട്ടും, നമുക്ക് അലർട്ട് അലാമം കിട്ടും. അപ്പം അതിനു വേണ്ടിയാണ്. ഓക്കെ, പിന്നെ റീപ്ലേ എന്ന് പറഞ്ഞുള്ളതാണ്. ഇതൊരു ബാർ റിപ്ലൈ ആണ്. കാരണം നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ലൈൻ ഇങ്ങനെ നോക്കിയാൽ അറിയാം. ബാർ റിപ്ലൈ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നുള്ള ബാറുകളെല്ലാം ഹൈഡ് ആയി പോകും. ഈ ക്ലിക്ക് ചെയ്ത എവിടെ ക്ലിക്ക് ചെയ്തോ അവിടെ വരെയുള്ള ബാറ് കാണിക്കുള്ളൂ. പക്ഷെ അത് നമുക്ക് അവൈലബിൾ അല്ല. അത് ബാർ റിപ്ലൈ അവൈലബിൾ ആവുന്നത് ആർക്കാണ്? പ്രീമിയം കസ്റ്റമർക്കാണ്. ഇത് പിന്നെ അണ്ടു നിങ്ങൾക്ക് അറിയാലോ. അണ്ടു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമെന്നാണ് എൻ്റെ. ഞാനിത് വരച്ചു, ഇതേ അണ്ടു കൊടുത്തു, അത് പോയി. ഇനിയിപ്പോൾ റീഡു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വന്നു. നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ? കമ്പ്യൂട്ടറിലൊക്കെ ഉപയോഗിച്ചില്ലേ? എം എസ് പെയിന്റിലും കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഉണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. ഇതെന്താണ്? പ്രൈസ് റേഞ്ച് ആണത്. പ്രൈസ് റേഞ്ച് ആണ് ഈ കാണുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ ഇവിടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സെറ്റിങ്സ് കാണാം. അതിൽ നമുക്ക് വേണ്ടത് റെഗുലറും കൗണ്ട് ഡൗൺ ടു ബാറും ക്ലോസ് ആണ് ഇടേണ്ടത്. റെഗുലർ, കൗണ്ട് ഡൗൺ ടു ബാർ, ക്ലോസ് ആണ് ഇടേണ്ടത്. ഇതിൽ റീസെറ്റ് പ്രൈസ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാം, ഒരു പൊസിഷനിലേക്ക് നമ്മൾ പോയി, പുറകിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ എൻഡിലേക്ക് വരണം. എൻഡ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസിലേക്ക് വരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് പ്രൈസ് സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ, സോറി, അതിൽ ഒരു തെറ്റുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇതിൽ ഇങ്ങനെ റീസെറ്റ് പ്രൈസ് സ്കെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് സ്കെയില് അനുപാതമായിട്ട് ആ ചാർട്ട് എന്താവും? ചെറുതാവും. കണ്ടോ? പ്രൈസ് സ്കെയില്, നമ്മൾ പ്രൈസ് സ്കെയിലിന് അനുപാതമായിട്ട് ചാർട്ട് ചെറുതാവും. ഓക്കെ, ഇത് തന്നെ റൈറ്റ് ക്ലിക്കിൽ ഇവിടെ തന്നെ വന്നിട്ട്, ഓക്കെ, ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഇതിൽ ഓട്ടോ ഫിറ്റ് ഡാറ്റ ടു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഫിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് വരും, ഓട്ടോ ഫിറ്റിലേക്ക് വരും. ഓക്കെ, കണ്ടോ? ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇത് നോക്കുക, റെഗുലറും കൗണ്ട് ഡൗണും നോക്കുക. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. പിന്നെ ലേബലിൽ വരിക. ലേബലിൽ വന്നിട്ട് സിമ്പിൾ നെയിം ലേബൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ നെയിം ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടില്ലേ, CHF AUD എന്ന് പറഞ്ഞിട്ട് പ്രൈസിന്റെ ഇതിൻ്റെ ഒപ്പം വരുന്നതാണ് CHF AUD എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കുക. സിമ്പിൾ ലാസ്റ്റ് പ്രൈസ് ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണാം, ഇതിന് തൊട്ടുപുറത്ത് കാണാം ലാസ്റ്റ് പ്രൈസ്. ആ ഒരു വൈറ്റിൽ കിടക്കുന്നുണ്ടോ, 1.71791 എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടോ, അതാണ് ലാസ്റ്റ് പ്രൈസ്. ഇനി അടുത്തത് പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ലേബൽ, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇൻഡിക്കേറ്റർ ആൻഡ് ഫിനാൻഷ്യൽ വാല്യൂ ലേബൽ, അത് വേണമെങ്കിൽ ഇട്ടാൽ മതി. നോ ഓവർലാപ്പ് ലേബൽ ആസ്ക് ആൻഡ് ബിഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഫോറക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഇതിൽ കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ടല്ല ട്രേഡ് എടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ആസ്ക് ആൻഡ് ബിഡ് പ്രൈസ് നമ്മുടെ ചാർട്ടും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബിഡ് ആൻഡ് ആസ്ക് പ്രൈസ് നമ്മൾ കൊടുക്കാത്തത്. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇനി നമുക്ക് ചാർട്ടിൽ നോക്കാം. ചാർട്ടിൽ നേരത്തെ പറഞ്ഞത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇവിടെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ നടക്കുന്ന കറണ്ട് പ്രൈസിലേക്ക് വേണമെങ്കിൽ റീസെറ്റ് ചാർട്ട് വ്യൂ കൊടുക്കുക. കറണ്ട് പ്രൈസിലേക്ക് എത്തും ചെയ്തു. ഇങ്ങനൊരു ചാർട്ട് കണ്ടില്ലേ? ചാർട്ട് ഒരു മോശമില്ലാതെ ഒരു നല്ലൊരു വ്യൂ തരുന്നതും ചെയ്തു. മനസ്സിലായില്ലേ? ഇടയ്ക്കിട്ട് ഇങ്ങനെ വരും. എപ്പോഴും ഉപയോഗിക്കേണ്ട ഒരു ഉപയോഗിക്കേണ്ട ഒരു ഫംഗ്ഷനാണ്, ടൂളല്ല ഫംഗ്ഷനാണ്. ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് റീസെറ്റ് ചാർട്ട് വ്യൂ, നല്ലൊരു വ്യൂവിൽ നമുക്ക് ചാർട്ട് കിട്ടുകയും ചെയ്തു. ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് നമുക്ക് ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു.
അടിയിൽ പേസ്റ്റ്, കോപ്പി പേസ്റ്റ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിൽ വേറെ ഒന്നും ഇപ്പോൾ റിമൂവ് ഡ്രോയിങ്സ് ഇവിടെ നമ്മൾ കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, അത് തന്നെയാണ് ഇവിടെ റിമൂവ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിപ്പോൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു. ഡ്രോയിങ് പാനൽ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇതിലെന്തെങ്കിലും വരയ്ക്കണം, ആ വരയ്ക്കുന്നത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ പോയിട്ട് റിമൂവ് ചെയ്താൽ അത് പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര കളർ തീംസ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. ഇതിൽ കാണിച്ചിരുന്നു, തുടക്കം വന്ന് നമ്മൾ ഇതിൽ കാണിച്ചിരുന്നു, കളർ തീംസ് കാണിച്ചിരുന്നു. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾക്ക് വരുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് പറയുന്ന എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുക എന്ന് പറയും. സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആളുകൾ ഒന്നല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചാലും അല്ലെങ്കിൽ മൊബൈലിൽ ഏതൊക്കെ കീ ക്ലിക്ക് ചെയ്തിട്ടാണ് അയക്കല്. പക്ഷേ ഇതിൽ ട്രേഡിംഗ് വ്യൂവിൽ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോ കണ്ടില്ലേ, റൈറ്റ് സൈഡിലും മുകളിൽ അതിൽ ടേക്ക് എ സ്നാപ്ഷോട്ട് കൊടുക്കുക, എന്നിട്ട് കോപ്പി ഇമേജ് കൊടുക്കാം. ഡൗൺലോഡ് ഇമേജ് വേണമെങ്കിൽ കൊടുക്കാം, കോപ്പി ഇമേജ് കൊടുക്കാം, കോപ്പി ലിങ്ക് കൊടുക്കാം. ഇതിനൊക്കെ കുറേ യൂസ് ഉണ്ട്. ഡൗൺലോഡ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയിട്ട് ഇമേജ് കിടക്കും. നമ്മുടെ ഡൗൺലോഡ് ഫോൾഡറിൽ പോയി കിടക്കും. ഇത് കോപ്പി ഇമേജ് കൊടുക്കുകയാണെങ്കിൽ കോപ്പി ഇമേജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്കിപ്പോൾ ഗ്രൂപ്പുകളിൽ നമുക്ക് ഏതെങ്കിലും ഗ്രൂപ്പിലേക്ക് ആ ഇമേജ് കോപ്പി ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം. അല്ല, ഈ ഒരു വിൻഡോന്റെ ലിങ്കാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി ലിങ്ക് കൊടുക്കാം. ലിങ്ക് കൊടുത്തിട്ട് നമുക്കിപ്പോൾ ലിങ്കൊക്കെ നമ്മൾ പേസ്റ്റ് ചെയ്യില്ലേ, ഏതെങ്കിലും ഗ്രൂപ്പിലോ മറ്റുള്ള ഇതിനൊക്കെ പേസ്റ്റ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കോപ്പി ലിങ്ക് കൊടുക്കുന്നത്. ഓപ്പണിംഗ് ന്യൂ ടാബ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്തതിൻ്റെ ഒരു പുതിയ ടാബിൽ ഇത് ഓപ്പൺ ചെയ്ത് വരും. ഹീറ്റ് ഇമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ഹീറ്റ് എന്തായിരുന്നു, ടീറ്ററിൽ നിന്നായിരുന്നു. ടീറ്ററിൽ നമുക്ക് ഇത് ഇവിടുന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറിലേക്ക് പോകും. ഈ ഒരു പൊസിഷൻ, ഈ ഒരു ചാർട്ടിൽ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നതും ചാർട്ടിന്റെ ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് ടീച്ചറിൽ പോയിട്ട് നമ്മുടെ ടീച്ചർ അതിൽ ലിങ്ക് ചെയ്ത ടീച്ചറിലേക്ക് പോകും. ഓക്കെ, അതിന്റെ തൊട്ടിപ്പുറത്തുണ്ട് ഫുൾ സ്ക്രീൻ മോഡ്. ഷിഫ്റ്റ് F എന്നാണ് ഫുൾ സ്ക്രീൻ മോഡിന്റെ ഇത്. അത് ഫുൾ സ്ക്രീൻ മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചാർട്ട് ഇങ്ങനെ കിട്ടും. അനലൈസ് ചെയ്യാനൊക്കെ നല്ലതാണ്. അനലൈസ് ചെയ്യാനൊക്കെ ഫുൾ സ്ക്രീൻ മോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നില്ലേ, ഒത്തിരി വലിയ ചാർട്ട് കാണുന്നില്ലേ, എല്ലാവരും കാണുന്നില്ലേ? എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ പോയി കിട്ടുന്നില്ല. തൊട്ടിപ്പുറത്ത് ചാർട്ട് സെറ്റിംഗ്സ്, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ചാർട്ട് സെറ്റിംഗ്സ്. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ സിമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാം, ചാർട്ടിന്റെ ക്യാൻഡിലിന്റെ സിമ്പിളാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ക്യാൻഡിലിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്കിപ്പോൾ ബോഡി കളർ മാറ്റണം. രണ്ടിന്റെ ബോഡി കളർ മാറ്റിയിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ആൻഡ് റെഡ് ആയിരിക്കും. ഞാനത് മാറ്റിയിട്ട് ഗ്രീൻ ആൻഡ് വൈറ്റ് ആക്കിയിരിക്കുകയാണ്. അത് മാറ്റേണ്ടത് നമുക്കിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. പ്രൈസ് ലൈൻ കൊടുക്കുക. പ്രൈസ് ലൈൻ നമ്മൾ ടിക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ട ഒരു ലൈൻ ഇവിടെ ഹൈഡായി. ലാസ്റ്റ് ടിക്ക് അടിക്കുമ്പോൾ കാണാം, ലാസ്റ്റിൽ ഡിസേബിൾ ചെയ്യുമ്പോൾ കാണാം ലൈൻ ഹൈഡായി. വെക്കുന്ന സമയത്ത് ലൈൻ ഡിസേബിൾ ആയി. ടൈം സോൺ ഉണ്ട്. ടൈം സോൺ വേണമെങ്കിൽ ഇവിടെ മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഏറ്റവും താഴെ കാണാം, ക്ലിക്ക് ചെയ്തിട്ട് അത് മാറ്റാം. ഓക്കെ, സ്റ്റാറ്റസ് ലൈന് ഇതിൽ ലോഗോ വയ്ക്കുക, ടൈറ്റിൽ വയ്ക്കുക, ബാക്ക്ഗ്രൗണ്ട് മാത്രം വയ്ക്കുക. ഓക്കെ, വേറെ ഒന്നും വേണ്ട. ടൈറ്റിൽ വയ്ക്കുമ്പോൾ ഇപ്പോൾ ടിക്കർ ആൻഡ് ഡിസ്ക്രിപ്ഷൻ വയ്ക്കുക. അതെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, ഇവിടെ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കണ്ടില്ലേ, ഇപ്പം ഇവിടെ കണ്ട CHF AUD എന്ന് പറഞ്ഞിട്ട് 1 ഹവറിൻ്റെ ഇത് കണ്ടിട്ടുണ്ടോ? ടിക്കർ കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം വരും. ടിക്കർ ആൻഡ് ഡിസ്ക്രിപ്ഷൻ വരുവാണെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം പ്ലസ് ഡിസ്ക്രിപ്ഷൻ വരും. ഇതൊക്കെ സിമ്പിളിന്റെ ടൈറ്റിൽ വരുന്നതാണ്. ലോഗോ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, ലോഗോ പോയി. ലോഗോ ഡിസേബിൾ ചെയ്തതിന് ലോഗോ പോയി, എനേബിൾ ചെയ്തതിന് ഇത് വരും. ടൈറ്റിൽ ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ടൈറ്റിൽ പോയി കിട്ടി. ബാക്ക്ഗ്രൗണ്ട് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മാറും. അത് കാണുന്നില്ല, അതിൽ എന്താണ് സംഭവം എന്നുള്ളത് എനിക്കറിയില്ല, നോക്കണം. അപ്പോൾ ഞാൻ ടൈറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്കെയിലാണ്. സ്കെയിലിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്നും ചെയ്യാനില്ല, അതങ്ങനെ തന്നെ കിടന്നോട്ടെ. ക്യാൻവാസിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ മാറ്റിടാം. ഇത് വേണമെങ്കിൽ വൈറ്റിൽ മാറ്റാം. വൈറ്റ് മാറി, ഞാൻ ബ്ലാക്കിലേക്ക് തന്നെ മാറ്റാണ്. ഗ്രിഡ് ലൈൻസ് എപ്പോഴും ഒഴിവാക്കി വയ്ക്കാം, നോണെന്നാക്കി ഇടാം. ഗ്രിഡ് ലൈൻസ് എപ്പോഴും നോണെന്നാക്കി ഇടാം. അപ്പോൾ ഗ്രിഡ് ലൈൻസ് ഇടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇതിലിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടൊന്നും വരില്ല. കളറ് ഞാനിപ്പോൾ മാറ്റാം. കണ്ടോ, ഗ്രിഡ് ലൈൻസ് എപ്പോഴും നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. ചാർട്ട് നോക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്രിഡ് ലൈൻസ് ഒഴിവാക്കുക, എപ്പോഴും ഗ്രിഡ് ലൈൻസ് ഒഴിവാക്കുക. നോണിലേക്ക് ഇടുക, നോണിലേക്കല്ല നണ്ണിലേക്ക് ഇടുക. ക്രോസ് ഹെയർ അവിടെ കിടന്നോട്ടെ, ഇങ്ങനെയുള്ള കളർ കിടന്നോട്ടെ. വാട്ടർമാർക്ക് ഉണ്ടെങ്കിൽ വാട്ടർമാർക്ക് ഒഴിവാക്കുക. ടെസ്റ്റ് 12 ഇട്ടാൽ മതി, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. പിന്നെ ഇതിൽ ഏറ്റവും താഴത്തെ ഒന്ന് മാർജിൻ 20, ടോപ്പ് 20, ബോട്ടം 20, റൈറ്റ് 20 എന്നുള്ളത് എപ്പോഴും അടിച്ചു കൊടുക്കുക. അത് സെറ്റ് ചെയ്ത് വെക്കുക.
ഇനി അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതങ്ങനെ കെടുന്നോട്ടെ, വേറെ ഒന്നും അതിൽ ചെയ്യാനില്ല. ഇത് കഴിഞ്ഞു. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഇതാണ് വാച്ച് ലിസ്റ്റ്. ഒരു വാച്ച് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. ഒരു വാച്ച് ലിസ്റ്റ് ഓപ്ഷൻ കാണാം. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാച്ച് ലിസ്റ്റിൽ 30 പേരുകൾ അല്ലെങ്കിൽ 30 സിമ്പിൾസ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനും കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റില്ല. 30 ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇപ്പോൾ ടോട്ടൽ 30 ആഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ വേർഷനിൽ 30 ഉള്ളൂ, പിന്നെ പെയ്ഡ് വേർഷൻ വേണം അതിന് കൂടുതൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ വാച്ച് ലിസ്റ്റിന്റെ പേര് മാറ്റണം. പേര് മാറ്റണം. ഇവിടെ എടുക്കുന്ന വേറൊരു പേരായിരിക്കും ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. ഏതാണെന്നുള്ള കൃത്യമായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാൻ മാറ്റിയിട്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ പേര് മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് അതിന് പേര് മാറ്റാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ പേര് മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പേര് മാറ്റാം. റീനെയിം, സോറി റൈറ്റ് ക്ലിക്ക് അല്ല, ഈ 3 ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം പേര് മാറ്റി കിട്ടും.